പക്ഷെ ഇന്ന് വാട്സപ്പിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഒരു പക്ഷേ SNDPയുടെ ഘടകങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് അയക്കുന്നതായിരിക്കാം. അത് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഈ പാർട്ടിയെ നോക്കൂ. ഈ പാർട്ടിയിൽ ഒരു ഈഴവ യുവ നേതാവുണ്ടോ? ഒരു ഈഴവർക്ക് ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭയിൽ പ്രായത്തിലൂടെ, പിണറായിയുടെ ഉദ്ദേശമല്ല, മന്ത്രിസഭ എടുത്തു നോക്കുക. മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ എണ്ണം പറയുന്നു. അപ്പോൾ ഈഴവ സമുദായത്തെ ഒരു വോട്ട് ബാങ്ക് മാത്രമാക്കി നിലനിർത്തുകയും ഒരു തരത്തിലുള്ള പ്രാതിനിധ്യം ഈ പാർട്ടി റാങ്ക് ആൻഡ് ഫയലിലോ മന്ത്രിസഭയിലോ MLA-മാരെ സീറ്റ് കൊടുക്കണം, അസംബ്ലി സീറ്റ് കൊടുക്കുമ്പോൾ ഒന്നും നൽകുന്നില്ല എന്നൊരു ആക്ഷേപം ഈഴവർക്കിടയിലുണ്ട്. ഞാൻ ചോദിക്കുന്നത് കൊല്ലത്തൊക്കെ അത് പ്രതിഫലിക്കുമോ എന്നാണ്. അല്ല അജിംസെ, അതിൽ ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് അത്തരം കാര്യങ്ങൾ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ. പക്ഷേ കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ച് ഇത് പരിശോധിക്കാൻ ആരുടെയും ജാതി നോക്കിയല്ല പാർട്ടിയിലേക്ക് എടുക്കുന്നതോ, അല്ലെങ്കിൽ അവരുടെ ജാതി രീതിയിലല്ല അവരെ പാർട്ടിയിൽ സ്ഥാനമാനങ്ങളിൽ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല. മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകൾ എല്ലാ കാലത്തും സവർണ ജാതിക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ ബ്രാഹ്മണരും നായന്മാരുമായിട്ടുണ്ടായിരുന്ന സവർണ ജാതിക്കാരായിരുന്നു പാർട്ടിയുടെ നേതാക്കന്മാർ മഹാഭൂരിപക്ഷവും. ഇപ്പോൾ 12% കേരളത്തിലുള്ള നായന്മാരിൽ വോട്ട് ബാങ്കുകളിൽ കേരളത്തിലെ ഇടതുപക്ഷത്തേക്ക് മഹാഭൂരിപക്ഷം നായന്മാർ നേതാക്കന്മാരായിട്ടുള്ള അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലഘട്ടത്തിലാണെങ്കിൽ, ഇപ്പോൾ CPM-CPയുടെ കാലഘട്ടത്തിലാണെങ്കിലും പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലെ നേതാക്കന്മാർ മഹാഭൂരിപക്ഷവും നായന്മാരാണ്. ജാതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ നായന്മാർ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും അവരുടെ വോട്ട് ബാങ്ക് ഷെയർ, നായന്മാരുടെ വോട്ട് ബാങ്ക് ഷെയറിൽ 1-2% മാത്രമേ അത് കൃത്യമായി ഇടതുപക്ഷത്തിലേക്ക് വരുള്ളൂ. ബാക്കി മഹാഭൂരിപക്ഷവും UDF-ലും BJP-യിലേക്കുമാണ് നായന്മാരുടെ വോട്ടുകൾ ചെല്ലുക എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഈഴവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഈഴവരുടെ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപക്ഷെ അതിൽ ഈഴവ പ്രാതിനിധ്യം അങ്ങനെ നമുക്ക് റിസർവേഷൻ ചെയ്ത് മന്ത്രിമാരെയും MLA-മാരെയും ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യം. പാർട്ടി സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുമ്പോഴും നേതാക്കൾ നിശ്ചയിക്കുമ്പോഴും ജാതിയോ മതമോ നോക്കാറില്ല. അങ്ങനെ നോക്കാതെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അസ്കർ ഇപ്പോൾ പറഞ്ഞതാണ്. അതായത് 10% ജനസംഖ്യയുള്ളവർക്ക് 50% പ്രാതിനിധ്യം കിട്ടുന്നു. അതൊരു വസ്തുതയാണ്, അതൊരു ഇന്ത്യൻ യാഥാർത്ഥ്യമാണ്. അല്ല, അതിൽ നമുക്കിപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകളുടെ രീതി എന്ന് പറയുന്നത് മറ്റൊരു അർത്ഥത്തിലാണ് അതിനെ കാണേണ്ടത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലും കമ്മ്യൂണിസ്റ്റ് മൂല്യബോധത്തിലും ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് ഒരു തരത്തിലും അവരുടെ ജാതി നോക്കിയല്ല. പക്ഷേ കൃത്യമായി സോഷ്യൽ എഞ്ചിനീയറിംഗ് പാർട്ടി ചെയ്യാറുണ്ട്. അതിലൊന്നും അത് തുറന്നു സമ്മതിക്കുന്നതിന് എനിക്കൊരു മടിയില്ല. CPM എല്ലാ കാലത്തും, ഇടതുപക്ഷം എല്ലാ കാലത്തും അത്തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്ലാറ്റ്ഫോമുകൾ റെഡിയാക്കാറുണ്ട്. മാത്രമല്ല, നമ്മുടെ ഇതിലെ ഏറ്റവും പരമപ്രധാനമായി പരാജയത്തിൻ്റെ കാരണം പാർട്ടി ഇപ്പോഴും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിമർശനം. എന്തുകൊണ്ട്? ന്യൂനപക്ഷങ്ങൾ മലപ്പുറത്ത് പ്രതിപക്ഷ നേതാവിനെ പോലും ജില്ലാ പഞ്ചായത്തിൽ കാണിക്കാൻ കഴിയാത്ത തരത്തിൽ മലപ്പുറത്ത് UDF-നൊപ്പം ഒഴുകിപ്പോയി എന്നുള്ള യാഥാർത്ഥ്യം എന്തുകൊണ്ട് പാർട്ടി തിരിച്ചറിയുന്നില്ല? അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ഇത്രയധികം ആഘാതം പാർട്ടിക്കുണ്ടായത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? കൊല്ലത്ത് എന്തുകൊണ്ട് പാർട്ടിക്ക് ആഘാതമുണ്ടാവുകയും ഒട്ടും ശ്രദ്ധിക്കാതിരുന്ന, കാരണം BJP-യുടെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഒരു രാഷ്ട്രീയ ലൈൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ലൈനായിരുന്നു. അത് വളരെ കൃത്യമായി അവർക്കത് ആ വിജയം ഉറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷെ കൊല്ലത്തെ സാഹചര്യത്തിൽ വ്യത്യസ്തമാണ്. കൊല്ലത്തെ വിവിധ സീറ്റുകളിൽ ഇടതുപക്ഷം ജയിച്ചിരുന്ന, വിശേഷ CPM തന്നെ ജയിച്ചിരുന്ന സീറ്റുകളിൽ അവിടെ BJP-ക്ക് ജയിക്കാൻ കഴിയും. 1000 വോട്ടുകൾക്കടക്കം കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരുന്ന സീറ്റുകളാണ് 600-300 വോട്ടുകൾക്ക് BJP ജയിക്കുന്ന സാഹചര്യം. അതൊക്കെ ഈഴവ ഭൂരിപക്ഷ മേഖലകളാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ CPM-നൊപ്പമാണെന്ന സന്ദേശമാണ് ഈഴവർക്ക് നൽകിയത് എങ്കിൽ അവർ ഒരു കാരണവശാലും BJP-ക്ക് ആയിരുന്നില്ല വോട്ട് ചെയ്യേണ്ടത്, ഇടതുപക്ഷത്തിനായിരുന്നു. യാഥാർത്ഥ്യം. SNDP യോഗം നേതാവ് എന്ന നിലയിലുള്ള വെള്ളാപ്പള്ളി നടേശനെ ഈഴവ സമുദായാംഗങ്ങൾ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. അദ്ദേഹം പറയുന്നിടത്തോ അല്ലെങ്കിൽ അദ്ദേഹം നൽകുന്ന സിഗ്നൽ അനുസരിച്ചോ വോട്ട് ചെയ്യുന്നവരല്ല സമുദായം എന്നല്ലേ? നിശ്ചയമായും അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. BDJS-ന്റെ രൂപീകരണത്തിന് ശേഷം കേരളത്തിലെ ശ്രീനാരായണീയർക്കിടയിൽ കൃത്യമായ ഒരു ധ്രുവീകരണത്തിന് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്.
ആ സാധിച്ചിട്ടുണ്ട്. അവരുടെ സാധ്യതകളും അവരുടെ വളർച്ചയും ഏതു തരത്തിൽ എവിടെയൊക്കെയാണ് എന്നുള്ളത് വളരെ കൃത്യമായി ബോധ്യപ്പെടേണ്ടതുണ്ട്. ആ ബോധ്യപ്പെടലാണ് പ്രശ്നം. വീണ്ടും ഈ വെള്ളാപ്പള്ളി വിമർശിക്കുന്നത് മുസ്ലിം ലീഗിനെയാണെന്ന കൗശലമാണ് ഇവിടെ ഏറ്റവും വലിയ അപകടമായി തീർന്നത്. മുസ്ലിം ലീഗ് എല്ലാ കാലത്തും ഒരു പേരിൽ മുസ്ലിം ഉണ്ട് എന്ന് ഉള്ളതിന് അപ്പുറം മുസ്ലിം ലീഗ് ഒരു കാലത്തിനും ഒരു വർഗീയ രാഷ്ട്രീയമാണ് പറയുന്നത് എന്നൊരു തരത്തിലും നമുക്ക് അവകാശപ്പെടാനാവില്ല. അങ്ങനെ ഒരു വിമർശനം CPM-ന് നാളിതുവരെ ഉണ്ടായിരുന്നതുമില്ല. പക്ഷേ ഇപ്പോൾ അത് മാറി മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന് വെള്ളാപ്പള്ളി പറയുന്നതിനെ എൻഡോഴ്സ് ചെയ്യുന്നത് വഴി അതൊരു അപകടകരമായ രാഷ്ട്രീയത്തിലേക്ക്. നമുക്കറിയാം 1996 ബാബറി മസ്ജിദിൻ്റെ മിനാരങ്ങൾ തകർന്നു വീഴുന്ന ഘട്ടത്തിൽ അന്ന് ഈ കേരളത്തിലെ വർഗീയ ധ്രുവീകരണത്തിന് ഇട നൽകാതെ വർഗീയ കലാപത്തിന് ഇട നൽകാതെ കാത്തു സൂക്ഷിക്കുന്നതിൽ അന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായിരുന്ന പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ആ മതനിരപേക്ഷ നിലപാട് അന്ന് അദ്ദേഹം എടുത്തതുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് ആഹ്വാനം ചെയ്തിരുന്നെങ്കിൽ കേരളം നിന്ന് കത്തുമായിരുന്നു എന്ന യാഥാർത്ഥ്യം അറിയുന്നതുകൊണ്ട്, ആ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ്. അപ്പോൾ ആ മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ അവരുടെ മുൻകാല ചരിത്രങ്ങൾ കൂടി പരിശോധിച്ച് വേണം വിമർശന വിധേയമാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നത് വഴി UDF-നല്ല നഷ്ടം സംഭവിക്കുന്നത്, അത് UDF-ന് വലിയ തോതിൽ രാഷ്ട്രീയ അംഗീകാരം നൽകുന്ന തരത്തിലാണ് മലപ്പുറത്തിലെ തെരഞ്ഞെടുപ്പ് വിധി ഇപ്പോൾ വന്നിട്ടുള്ളത്. മറിച്ച് ഇനി അതിൽ നിന്ന് മറികടക്കുന്നതിന് ഇടതുപക്ഷത്തിന് ആർജവും ഇടതുപക്ഷത്തിന് അതിനുള്ള കഴിവും ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കരുതുന്ന ഒരാളാണ്. കാരണം UDF ഇപ്പോൾ കരുതുന്നത് പോലെ 100 സീറ്റിൻ്റെ തയ്യാറെടുപ്പുകൾ അവർ നടത്തുന്നത് പോലെ ഇതൊക്കെ മുൻപ് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരുന്നതാണ്, അല്ലെങ്കിൽ CPM തയ്യാറെടുത്തുകൊണ്ടിരുന്നത്. ഈ സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ നേട്ടങ്ങൾ ആണ് ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്നതിന് പകരം എങ്ങനെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയ സമവാക്യങ്ങൾ സൃഷ്ടിക്കാം എന്ന് ചിന്തിക്കുന്നത് അപകടകരമായ കേരളത്തിൻ്റെ പോക്കിലേക്ക് വഴിവെക്കും എന്ന ആപത്കരമായ ഒരു സൂചനയാണ്, ആപത്കരമായ ഒരു സന്ദേശമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടേയിരിക്കുന്നത്.